തിരുവനന്തപുരത്ത് റോഡിൽ താഴ്ന്നു കിടന്ന കേബിൾ കഴുത്തിൽ കുരുങ്ങി യുവാവിന് ഗുരുതര പരിക്ക്. ബൈക്കിൽ യാത്ര ചെയ്ത ഇറയങ്കോട് സ്വദേശി ശ്രേയസിന്റെ കഴുത്തിനാണ് പരിക്കേറ്റത്. വട്ടിയൂർക്കാവിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. മാധ്യമ ദൃശ്യങ്ങൾ കാണാം. മേഘന മുരളി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. മേഘന, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്രയോ തവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സമീപകാലത്ത് തന്നെ ഒരു ഘട്ടത്തിൽ കോടതിയൊക്കെ അതിരൂക്ഷമായ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നതുമൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇപ്പോഴും പലയിടത്തും ഇത്തരത്തിലുള്ള അപകട കെണികളുണ്ട് എന്നുള്ളത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് മേഘന? റീജിത്ത്, അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഇത്തരം സമാനമായ സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതേ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. അത് തന്നെയാണ്, അതിന്റെ ഒരു ആവർത്തനം തന്നെയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. റോഡിൽ താഴ്ന്നു കിടന്ന കേബിൾ കണക്ഷനിൽ കുടുങ്ങിയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഇറയങ്കോട് സ്വദേശിയായിട്ടുള്ള ശ്രേയാംസിന് പരിക്കേറ്റിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴുത്തിന് ഗുരുതരമായ പരുക്കുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് അപകടകരമായ രീതിയിൽ ഈ കേബിൾ വയർ താഴ്ന്നു കിടന്നതാണ് ബൈക്കിലെത്തിയ യുവാവിന് ഈ പരിക്കേൽക്കാൻ കാരണം എന്നുള്ളതാണ്. അങ്ങനെ അത് ജീവൻ വരെ നഷ്ടമായേക്കാവുന്ന രീതിയിലുള്ള ഒരു അപകടം തന്നെയായിരുന്നു സംഭവിച്ചത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് വ്യക്തമാകുന്നതും അത് ഈ താഴ്ന്നു കിടക്കുന്ന കേബിൾ വയർ അത് അശ്രദ്ധ മൂലം തന്നെ അത്തരത്തിൽ മറ്റ് അധികാരികളുടെ അശ്രദ്ധ മൂലം തന്നെ ഈ താഴ്ന്നു കിടക്കുന്ന കേബിൾ വയറിൽ കഴുത്ത് കുടുങ്ങിയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഈ കഴുത്ത് മറ്റു വശത്തേക്ക് തിരിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു മുറിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും ശ്രേയാംസ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്ന് പകൽ 11:50 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം സമീപവാസികൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള കേബിൾ താഴ്ന്നു കിടന്ന് ആ ഒരു അപകട കെണി ഒരുക്കുന്ന സംഭവം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും വട്ടിയൂർക്കാവിൽ ഉണ്ടായിട്ടുള്ളത്. ശരി, മേഘന മുരളിയാണ് ആ വിശദാംശങ്ങൾ നൽകിയത്. ഇത്തരത്തിലുള്ള അപകട വയറുകൾ ഈ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടും അതിൻ്റെ പാഠമൊക്കെ നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുമൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് പ്രതിഷേധാർഹമാണ്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കോടതിയൊക്കെ ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുന്നതും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അപ്പോഴും ഇതുതന്നെയാണ് സ്ഥിതി എന്നുള്ളത് വല്ലാതെ ഞെട്ടിക്കുന്നതാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.